ഇനി ശബരിമല യുവതി പ്രവേശനത്തിനെതിരായ പുനഃപരിശോധന ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് CPM സംസ്ഥാന സർക്കാരുമാണ്. നമ്മളത് കുറച്ചു നേരമായി പറയുന്ന ഒരു കാര്യമാണ്. ആ വാർത്ത വീണ വിശദാംശങ്ങൾ നൽകും. അതായത് ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ ഇടതു സർക്കാർ ഇപ്പോഴും ഒളിച്ചുകളി തുടരുകയാണ്. അയ്യപ്പ ഭക്തരെ മുറിപ്പെടുത്തുന്ന പഴയ നിലപാട് തുടർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതാണ് CPMന് തലവേദന ഉണ്ടാക്കുന്നത്. വീണ ചേരുകയാണ്. വീണ, അതായത് സർക്കാർ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, പ്രതിരോധത്തിലാണ്. തങ്ങളുടെ നിലപാടിൽ നിന്ന് നവോത്ഥാന വനിതാ മതിലിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുമോ? എന്ത് നിലപാടെടുക്കണം? അപ്പോൾ MV ഗോവിന്ദൻ ഇന്നലെ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. അതായത് CPMന് ഒരു അഴകുഴമ്പൻ നിലപാടല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലാണോ? തീർച്ചയായും കൃഷ്ണരാജ്, കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഇതുവരെ പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒളിച്ചുകളി തുടരുകയാണ് സംസ്ഥാന സർക്കാരും CPMഉം. മാറാത്തത് എന്താണുള്ളത്, മാറ്റങ്ങൾ വേണ്ടേ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്നലെ MV ഗോവിന്ദൻ നടത്തിയ. ആ പ്രതികരണത്തിൻ്റെ വാക്കുകൾക്കിടയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആ നിലപാടുകളിലേക്ക് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നാണ്. എങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാട് മാറ്റം വരുന്നതിൽ പ്രധാനമായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരും CPMഉം എത്തുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ആ ഒരു തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയായിരിക്കും ഈ അന്ന് ആചാര ലംഘനം നടത്തിയവർ ഇപ്പോൾ ഭക്തർക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് മാറ്റം നടത്തുന്നത്. പക്ഷേ നമ്മൾ പഴയ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പല സാഹചര്യങ്ങളും അത് ആവർത്തിച്ച് പറയുന്ന MV ഗോവിന്ദന്റെ വാക്കുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. എന്നാൽ ശബരിമല വിഷയവുമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ സംസ്ഥാന സർക്കാരിന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിലെ ഈ സ്വർണ്ണക്കവർച്ച കേസിൽ പിടിയിലായതൊക്കെ CPMന്റെ നേതാക്കന്മാരാണ്. ഒപ്പം തന്നെ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് കണക്കുകൾ വന്നപ്പോൾ വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ സർക്കാർ നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ദേവന്റെ സ്വർണം കട്ടെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ദേവന്റെ പേര് പറഞ്ഞ് ഭക്തർക്കായിട്ട് ആഡംബരം നടത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനം നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ കള്ളി വെളിച്ചത്തായ ഒരു സാഹചര്യം കൂടിയാണ്. അതിനാൽ തന്നെ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളോ അല്ലെങ്കിൽ അവർക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള നിലപാടുകളൊക്കെ തീർത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം അത് CPMന് നൽകിയിരിക്കുന്ന വലിയൊരു പാഠമാണ്. CPI അടക്കം അക്കാര്യത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വർണ്ണക്കവർച്ച വിഷയം വന്നപ്പോൾ ആ പിടിയിലായ CPM നേതാക്കൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോയില്ല. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അത് അണികൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾക്ക് സാഹചര്യം വഴിവെച്ചതാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് സർക്കാർ അകന്നു പോയിരിക്കുന്നു, സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അണികൾക്കിടയിലും പ്രാദേശിക നേതാക്കൾക്കിടയിലുമുണ്ട്. അത് തന്നെയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായെന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അതിനാൽ തന്നെ അതിൽ നിന്ന് കരകയറുവാനുള്ള മേഖലാ ജാഥകളും ഒപ്പം തന്നെ ഭവന സന്ദർശനമൊക്കെ ഒരു ഭാഗത്ത് നന്നായി നടക്കുമ്പോഴുണ്ട്. ആ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ അതായത് സുപ്രീം കോടതിയിൽ വീണ്ടും പുനഃപരിശോധനാ ഹർജികൾ നൽകുമ്പോൾ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട പഴയ നിലപാടിൽ ഉറച്ചു നിന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതിനാൽ തന്നെ ചില നിലപാടുകൾ മാറ്റാമെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ പോലും തീർത്തും ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സത്യവാങ്മൂലം അടക്കം നൽകുമ്പോൾ എന്ത് തീരുമാനമായിരിക്കും സർക്കാർ കൈക്കൊള്ളുക എന്നുള്ളത് പൊതുസമൂഹവും വിശ്വാസി സമൂഹവും ഒക്കെ നോക്കി കാത്തിരുന്ന് കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും സർക്കാർ എന്ത് നിലപാടായിരിക്കും സുപ്രീം കോടതിയിൽ പറയുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും വീണ, അങ്ങനെ തന്നെയാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നാണ്. അതായത് എപ്പോ വേണമെങ്കിലും മാറാം, തങ്ങളുടെ നിലപാടും അത്തരത്തിലാണ്. വിശ്വാസികൾക്കെതിരായ നിലപാടെടുക്കുന്നതിൽ മാറ്റമില്ല, സ്വർണ്ണക്കൊള്ളയിൽ മാറ്റമില്ല, ആഗോള അയ്യപ്പ സംഗമം നടത്തി പണം പിരിക്കുന്നതിൽ മാറ്റമില്ല, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്നതിൽ മാറ്റമില്ല, കുറ്റക്കാരല്ലാത്തവരെ പുറത്താക്കുന്നതിൽ അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ പുറത്താക്കുന്നതിൽ മാറ്റമില്ല. സ്ത്രീ വിരുദ്ധതയ്ക്കും മാറ്റമില്ലെന്ന് തന്നെ പറയേണ്ടി വരും.